ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കോഴികൾ ഒക്കെ ഞങ്ങൾ കൊടുക്കണ ഭക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത്. ആദ്യം ഇത് നമ്മൾ കോഴിത്തീറ്റ വാങ്ങിച്ചതാണ്, ചാക്ക് വാങ്ങിയതാണ്. ഒരു 10-40 കോഴി. ഇതാണ് തീറ്റ. കമ്പം, ചോളം, ഗോതമ്പം, പല ധാന്യങ്ങളും മുട്ടത്തോടൊക്കെ അടങ്ങിയ തീറ്റയാണിത്. ഇതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങൻ്റെ ഇല ജ്യൂസ് അടിച്ച് ഇത് ചേർത്തു. ഞാൻ ഇത് എടുത്തപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കായിരുന്നു എന്ന് തോന്നിയത്. അതാണ് ജ്യൂസ് അടിച്ചത് ഈ കാണിക്കാൻ പറ്റുന്നത്. അത് ഒഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല ജ്യൂസാക്കിയിട്ട് ഈ തീറ്റയിൽ നന്നാക്കി മിക്സ് ചെയ്ത് അതിൻ്റെ ശേഷം നല്ലപോലെ വെള്ളം ഒന്ന് നല്ല പിടിച്ചേർത്തണം. അതിൽ കുഴച്ച് ചേർത്തണം. ഈ കോഴികൾക്കൊക്കെ നല്ലൊരു സാധനമാണ് ഈ മുരിങ്ങൻ്റെ ഇല. പിന്നെ ഞാൻ ഇലകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിലൊരു 5-6 ഉണ്ട്. 6 ഇതിന് മേലത്തെ കൂട്ടലുണ്ട്. ഇത് നല്ലോണം തിന്നും. ഇലയൊക്കെ പുല്ലൊക്കെ അരിഞ്ഞ് കൊണ്ട് കൊടുക്കലുണ്ട്. പിന്നെ പല ചീരകളും എല്ലാം മൾബറീൻ്റെ ഇല ഒക്കെ. ഇതാണ് 6. 12 കോഴികളാണ് അടിയിലത്തെ 2 കൂട്ടിൽ. ഇതൊരു പുതിയ കൂടാണ്. പക്ഷേ കൂടൊക്കെ ഏർപ്പാക്കിയിരിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് 10-25 കോഴികളുണ്ടായിരുന്നു. ഒക്കെ നായ പിടിച്ച് കൊണ്ടുപോയി. ഇവരെ കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കാറിന് നല്ല പ്രയാസമുള്ള പണിയാണ്. കോഴികളെ കൊണ്ട് വലിയൊരു വരുമാനമൊന്നുമില്ല. പിന്നെ അതിനനുസരിച്ച് കിട്ടുകയാണെങ്കിൽ ഇവർക്ക് വരുമാനം. ചെറിയ കോഴിക്കുട്ടികളൊന്നും ഒരിക്കലും ആരും വാങ്ങി വളർത്തരുത്. ആര് വളർത്താലും മുട്ടടാനായ കോഴീനെ വാങ്ങുക. കുറച്ച് വില അധികം കൊടുത്താലും 2 മുട്ടയിടുന്ന കോഴീനെ വാങ്ങിയാലും ഒരു 2 പ്രാവശ്യം മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊരുത്തിന് വെച്ചാൽ നല്ല കുട്ടികളുണ്ടാവും. അതുകൊണ്ട് ചെറിയ കുട്ടികളെ പരമാവധി ആദ്യമായിട്ട് വളർത്തുന്നവരൊന്നും വാങ്ങിക്കരുത്. എനിക്കൊക്കെ തന്നെ വല്ലാത്തൊരു അബദ്ധം പറ്റിയിരിക്കുന്നു. ഒരു 3500 റുപ്യേൻ്റെ തീറ്റയായി. ഇപ്പോൾ അവർക്ക് ഒരു 26 കുട്ടികളുണ്ട്. ഈ 12 ഒരേ സൈസാണ്, ഒരേ വലിപ്പത്തിലുള്ളതാണ്. 5 മാസം പ്രായമായ കുട്ടികളാണ്. ഏകദേശം മുടക്കിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇത് 4 നേരം തിന്നാൻ അങ്ങനെ കൊണ്ടിട്ട് കൊടുക്കല്ലേ. നമുക്ക് പുറത്തിറങ്ങി പോകാനും അവർക്ക് വലിയനും വിട്ടാൽ നായ പിടിക്കാനായിട്ട് റെഡിയായി നിൽക്കും. പിന്നെ അതിൻ്റെ ചെറിയ കുട്ടികളാണ് ഈ കൂട്ടിലുള്ളത്. ഇവർക്ക് 3.5 മാസം പ്രായമായിട്ടുള്ളൂ. 4 മാസം ആകാനാണ്. ചേവലും ഇവിടെയൊക്കെ തിരിഞ്ഞിരിക്കുന്ന ഇതാണ്. ഇതിൽ 5 ഉണ്ട്, അപ്പുറത്ത് 5 ഉണ്ട്. ഇത് ചെറിയ കൂടാണ്, ഹൈറ്റ് കുറവാണ്. ചെറിയ കുട്ടികളെ അമ്മനെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂടുണ്ടാക്കിയത്. ഇപ്പം എനിക്ക് കൂടുതൽ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയതാണ്. പിന്നെ കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് അവർക്ക് വല്ലാതെ പാറി കളിക്കാനൊന്നും പറ്റുന്നില്ല. താഴത്തെ കൂട്ടിൽ തന്നെ. ഇതാണ് 5. ഈ കൂട്ടിൽ 5, ആ കൂട്ടിൽ 5 അവർക്കൊക്കെ ഈ തീറ്റയാണ് കൊടുക്കുക. എന്നൊന്നും മുരിങ്ങൻ്റെ ഇല കൊടുക്കില്ല. ചിലപ്പം പിണ്ണാക്കാം, പിന്നെ ഗോതമ്പത്തവിടോ ഇതെല്ലാം ചേർക്കും. പിന്നെ ഇല എന്നും കൊടുക്കും. പുല്ലായാലും ഇലയായാലും കൂട് കണ്ടോ ഒന്നിച്ച് തുറക്കുക ഈ ഡോറുകൾ. അപ്പോൾ തുറന്നിട്ട് അതാ ഇങ്ങനെയാണ് അടയ്ക്കൽ. രണ്ടും കൂടി തുറക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ തുറന്നാൽ മതി. ഒരു ചെറിയൊരിത് വെച്ചാൽ കൂട്ടിയിട്ട് പോകാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനത്തെ കൂടാണ്. പിന്നെ ഹോളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ പൂട്ടി പോകാൻ പറ്റും. നമുക്ക് വരുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഈ കൂടുകൾ വൃത്തിയാക്കാനും ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ജന്തുക്കൾ കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്. എത്ര വലിയൊരു ചേര വന്ന് ഈ കൂടിൻ്റെ മേലെ കയറി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഒരു ദിവസം ഞാൻ
ഒന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തലയിടാൻ നോക്കിയിട്ടൊന്നും പറ്റിയിട്ടില്ല. അവിടെ ഇഷ്ടംപോലെ ഈ ജന്തുക്കളുള്ള സ്ഥലമാണ്. ഈ നായൻ്റെ പുറമെ ഇവരും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൂടൊക്കെ ആക്കിയത്. വലയൊക്കെ കെട്ടി താഴത്ത് നിർത്തുകയൊക്കെ ചെയ്യുക. പക്ഷെ കണ്ണ് കെട്ടിയ നായ്ക്കൾ വരും. ഇവരെ കൊടുക്കാനുള്ളതാണ് 6 എണ്ണം. അതിൻ്റെ താഴെയുള്ളത് ഒരേ പ്രായക്കാരാ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് ഇത്ര വലിപ്പം പോരാ. സാമർഥ്യമുള്ളവർ തോനെ തിന്നും, ഇല്ലാത്തവർ പിന്നെ. അപ്പോൾ ഇതൊരു വലിപ്പ ചെറുപ്പമുള്ളതായപ്പോൾ വലുത് മാത്രം ഒരു കൂട്ടിലും ചെറുതുകൾ ഒരു കൂട്ടിലും ആക്കിയതാണ്. അപ്പോൾ ഇവർ കുടിക്കാൻ വെള്ളം ഈ 2 കൂട്ടിൽ സെറ്റപ്പായിട്ടുള്ളൂ. നേരെയൊക്കെ ഞാൻ തൽക്കാലത്തിനൊക്കെ ഒരു വെച്ചതാണ്. അതിൻ്റെ കുപ്പി ഇതാണ്, എന്താ വലിയൊരു ഹോളാണ്. അതിനുള്ളിൽ കൂടിയാണ് വെള്ളം വെച്ചു. ഇതിപ്പോൾ ഇന്ന് കഴുകി വെച്ചത്. അപ്പോഴേക്ക് അത് എരപ്പാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് സംഭവം. കുറച്ച് ഫ്ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഇതാണ് ഒരു 12 കുട്ടികളുണ്ട്. 3 അമ്മമാരുണ്ട്, ഒരു ആണുണ്ട്. ഇവരെയും കൊടുക്കാനുള്ളതാണ്. അവർക്ക് കൊടുക്കണ തീറ്റകൾ ഇതൊക്കെ തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. പിന്നെ ഇതാണ് അവർക്ക് പപ്പായൻ്റെ ഇലയാണ്. പപ്പായൻ്റെ ഇല, പിന്നെ ചീരൻ്റെ ഇല. ചീര എന്താണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മൾബറീൻ്റെ ഇല, പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, പിന്നെ ഇതെല്ലാം കൂടി അരിഞ്ഞിട്ടും പിന്നെ പറമ്പിൽ നിന്ന് കുറച്ച് പുല്ലും കൂടി അരിഞ്ഞെടുത്തിട്ട് ഒന്നിച്ച് മിക്സാക്കി